അങ്ങനെ കുറച്ച് ആളുകളെ ട്രാപ്പിലാക്കാൻ മാർക്കറ്റ് ശ്രമിച്ചത് കൊണ്ടാണ് പ്രൈസ് ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററിനകത്ത് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി മുതൽ ഒരു നാരോ CPR കണ്ടാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ചില ആളുകളെ മാർക്കറ്റ് ട്രാപ്പിലാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പറഞ്ഞു, അതായത് ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ക്ലോസിന് താഴെ, പ്രൈസ് ക്ലോസ് ചെയ്തതിന് താഴെ ഒന്ന് സെല്ല് ചെയ്ത ആളുകളൊക്കെ ഈ സോൺ കംപ്ലീറ്റ് പോസിബിൾ ട്രാപ്പ്ഡ് സെല്ലേഴ്സാണ്. ഫ്രണ്ട്സ്, നാരോ CPRനെ കുറിച്ച് ഞാൻ നടത്തിയൊരു റിസർച്ചിലെ ചില ഫൈൻഡിങ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫൈൻഡിങ്സ് ഈ നാരോ CPRുമായി ബന്ധപ്പെടുത്തി ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടുന്നുണ്ടായി. കുറേ നാളായിട്ട് നമ്മൾ പലരും കേൾക്കുന്നതായിരിക്കും നാരോ CPR ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിങ്ങിലാവും, അതല്ലെങ്കിൽ വൈഡ് CPR ആണെങ്കിൽ മാർക്കറ്റ് റേഞ്ചിലാവും എന്നൊക്കെ, അല്ലേ? ഇത് എന്താണ് ആക്ച്വലി നാരോ CPR ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിങ്ങിലാവുന്നുണ്ടോ? ആവുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എത്ര 100 നാരോ CPR എടുത്താൽ അതിൽ എത്ര തവണ നാരോ CPR ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിലാവുന്നുണ്ട്? ഈ കാര്യം ഇതിനെ കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫൈൻഡിങ്സിൽ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ നാരോ CPRനെ ഫേവറായിട്ടും അല്ലെങ്കിൽ അൺഫേവറായിട്ടും വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡേറ്റ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ് എന്താണെങ്കിലും ശരി, ആ ട്രേഡിംഗ് മെത്തേഡിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ട്രേഡുകൾ നല്ല ക്വാളിറ്റിയുള്ള, നല്ല റിവാർഡ് തരാൻ സാധ്യതയുള്ള ട്രേഡുകളെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഈ ഒരു കൺസെപ്റ്റ് നാരോ CPRുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. അത് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഓൺലൈനിൽ എവിടെയും നമ്മളിവിടെ നാരോ CPRനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ എവിടെയും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ ആ ഡേറ്റകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നാരോ CPR എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നാരോ CPR എന്തെടുത്താണ് നമ്മുടെ അടുത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാരോ CPR എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിക്കേറ്ററും പോലെ പ്രൈസിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നൊരു സംഗതിയാണ്, ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇത് വൈഡ് അല്ലെങ്കിൽ നാരോ ആവുന്നത് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്ക് ടെസ്റ്റ് റിസൾട്ടിലേക്ക് പോകാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ എന്താണ് ഈ ലൈനുകൾ കണ്ടുപിടിക്കാനുള്ള ഈ 3 വരകളാണല്ലോ നാരോ CPRന് 3 വരകളാണുള്ളത്. CPRൽ 3 വരകളാണുള്ളത്. ഓക്കെ, അതിനകത്ത് റെസിസ്റ്റൻസ് R2, R3, S2, S4 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വളരെ ലോജിക്കലി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് നോ ട്രേഡിംഗ് സോൺ എന്ന് പറയുന്ന പേരിൽ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള പ്ലേലിസ്റ്റിനകത്ത് 3ാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ പോവുക. അപ്പോൾ അതിലെങ്ങനെയാണ് നോ ട്രേഡ് സോൺ CPR വെച്ചിട്ട് CPRലെ ലെവലുകൾ വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ നമ്മളപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇവിടെ പ്യുവർലി CPR സെൻറ്ററിൽ കാണുന്ന ഈ 3 വരകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഈ 3 വരകളാണ് ഇതിനകത്തുള്ളത്. ഈ 3 വരകളിൽ ഒന്ന് പിവോട്ട് പോയിൻ്റ് ആണ്, മറ്റൊന്ന് ബോട്ടം CPR ആണ്. അതവിടെ BC എന്നൊക്കെ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ടോപ്പ് സെൻട്രൽ പിവോട്ട് പോയിൻ്റ് ആണ്, TC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇതിപ്പോൾ ഈ പ്രൈസ് ഒരു പ്രീവിയസ് ഡേൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, ആ പ്രൈസിൻ്റെ ക്ലോസ്, പ്രീവിയസ് ഡേയിൽ പ്രൈസിൻ്റെ ക്ലോസ് ഹൈ, ആ പ്രീവിയസ് ഡേയിലെ പ്രൈസിൻ്റെ ലോ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഇത് എങ്ങനെ വൈഡ് ആകുന്നു, എങ്ങനെ നാരോ ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ വലിയൊരു എഡ്ജായിട്ട് ഇത് മാറാൻ പോകുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇത് ഒറിജിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബോട്ടം സെൻട്രൽ പിവോട്ട് എന്ന് പറയുന്ന ഈ കാര്യം. ഇതാണ് നമ്മൾ ആദ്യം പ്രധാനമായിട്ട് ഒരു ബേസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ പ്ലസ് ലോ, പ്രീവിയസ് ഡേയിൽ ഹൈ, പ്രീവിയസ് ഡേയിലെ ലോ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേൻ്റെ റേഞ്ച് ആയല്ലോ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം, അതിൻ്റെ പകുതി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് ബോട്ടം സെൻട്രൽ പിവോട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസ്. ഇതിനെ ബേസ് ആക്കിക്കൊണ്ടാണ് ഇത് ഫോം ചെയ്തത്, ഈ CPR ഫോം ചെയ്തത്.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്, പ്രൈസ് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള ബോട്ടം സെൻട്രൽ പിവോട്ട് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് മൂവ് ചെയ്ത റേഞ്ചിൻ്റെ പകുതിയിൽ പ്രൈസ് എത്തി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം, ഈ ഫിബിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡൻ ലെവലുകളായിട്ട് 0.5ഉം 0.6ഉം കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്താൽ, ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ ഹൈ 100 ആണെന്ന് കരുതുക, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന്. അതിൻ്റെ ലോ 90 ആണെന്ന് കരുതുക. അപ്പോൾ ഇന്നലെ നടന്ന ഈ മൂവ്മെൻറ്റിൽ ഇന്നത്തെ BC എന്ന് പറയുന്നത് എത്രയാവും എന്നറിയാൻ ഈ ഹൈയും ഈ ലോയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100 + 90 100 + 90/2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 95 ആണല്ലോ. അപ്പോൾ ആ 95 എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മൾ BC എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, 0.5ൽ ഇത് ഇതിന് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏത് റിഗാർഡ്ലെസ് ഓഫ് റേഞ്ച് സൈസ്, എത്ര വലിയ റേഞ്ച് ആണെങ്കിലും എത്ര ചെറിയ റേഞ്ച് ആണെങ്കിലും ശരി, ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആണ്, ഇന്നലത്തെ ദിവസത്തിൻ്റെ മൊത്തം റേഞ്ചിൻ്റെ സെൻട്രലായിരിക്കും BC എന്ന് പറയുന്നത്, ബോട്ടം സെൻട്രൽ പിവോട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശരിക്കും ശ്രദ്ധിക്കുക, ഈ പിവോട്ട് പോയിൻ്റ് എന്ന് പറയുന്ന ലൈന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ അത് നാരോ ആവും, ഇതിന്ന് ദൂരെയാണ് വരുന്നതെങ്കിൽ അത് വൈഡാവും. ഓക്കെ, ഒന്നുകൂടെ പറയുമ്പോൾ വ്യക്തമാവും. നമ്മൾ ഈ പിവോട്ട് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, നേരത്തെ ബോട്ടം സെൻട്രൽ പിവോട്ട് പോയിൻറ്റിന് പറഞ്ഞ അതേ കാര്യങ്ങൾ, ഹൈ പ്ലസ് ലോ ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ ഇല്ലാത്ത ഒന്നും കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് വന്നു, പ്ലസ് ആ ക്യാൻഡലിൻ്റെ ക്ലോസും കൂടെ കൺസിഡർ ചെയ്യും. ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. അതിന് ആവറേജ് എടുക്കാൻ ഈ 3 കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കിട്ടുമല്ലോ. അപ്പോൾ ആ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്താണോ ആ ലെവലിലായിരിക്കും, ആ പ്രൈസ് ലെവലിലായിരിക്കും പിവോട്ട് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ക്ലോസ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ വ്യക്തി, ഈ എലമെൻറ്റ്, ഇയാളാണ് ഒരു CPR വൈഡ് ആവണോ നാരോ ആവണോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു മാർക്കറ്റിൽ ക്ലോസ് പ്രൈസ് എന്നുള്ളതാണ് എല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഹൈനേക്കാട്ടിലും ലോയേക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലോസ് പ്രൈസാണ്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇവിടെ ഈ ക്ലോസ് പ്രൈസ് മാത്രം വെച്ചിട്ട് നമുക്ക് ആളുകൾ ആരാണ് ട്രാപ്പിലാവുന്നത്, മാർക്കറ്റിൽ ആരാണ് ട്രാപ്പിലാവാൻ സാധ്യതയുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സിനാരിയോ, ഈ എക്സാമ്പിൾ പ്രകാരം 95 ആയിരിക്കും. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആണല്ലോ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 100 + 90 / 2 എന്ന് പറയുമ്പോൾ 95 കിട്ടും. അപ്പോൾ BC നമുക്ക് 95 കിട്ടി. ഇനി നമുക്ക് പിവോട്ട് പോയിൻ്റ് കിട്ടാൻ ഇതേ എക്സാമ്പിൾ നമുക്ക് എടുത്തുകൊണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അവിടുത്തെ എക്സാമ്പിൾ പ്രകാരം നമ്മൾ 100, ഓക്കെ, 100 + 100 ഹൈ ആണ്, 90 ലോ ആണ്, പ്ലസ് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇതിൻ്റെ ഈ ക്ലോസിങ് ഈ സെൻറ്ററിൻ്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഈ ക്ലോസിങ് സംഭവിച്ചത് ഇവിടെയാണ്, ഇതിൻ്റെ വിക്ക് ഇത്രയേ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക, സങ്കല്പിക്കുക. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പിവോട്ട് പോയിൻ്റ് ലെവൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വളരെ അടുത്ത് ഉള്ള ഈ ക്ലോസിങ് എന്ന് പറയുന്നത് ഈ ലെവൽ ക്ലോസിങ് ആണ്. ഈ ലെവൽ 96 ആണെന്ന് കരുതുക, ഇത് 95-ന് തൊട്ട് മുകളിലാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 96, അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 95.33 ആണ് ഇവിടുത്തെ പിവോട്ട് പോയിൻ്റ്. അപ്പോൾ 95.33 എന്ന് പറയുമ്പോൾ 0.33, 95 ഒരു 0.33 അകലം. ഓക്കെ, അപ്പോൾ ഫോം ചെയ്ത് വരികയാണ്, CPR ഫോം ചെയ്ത് വരികയാണ്. ഇത് ഫോം ചെയ്ത് വന്നിട്ട് വേണം നമുക്ക് മാർക്കറ്റിനെ ഇത് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതേ കാര്യം ഇതിൻ്റെ ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പിവോട്ട് പോയിൻ്റ് ആണ്. BC കണ്ടുപിടിച്ചു, പിവോട്ട് പോയിൻ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ടോപ്പാണ്, ടോപ്പ് സെൻട്രൽ പിവോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ടോപ്പ് സെൻട്രൽ പിവോട്ട് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ഇതാ, പിവോട്ട് പോയിന്റിൽ നിന്ന് ഈ ബി സി കുറയ്ക്കുക. പിവോട്ട് പോയിന്റിൽ നിന്ന് ബി സി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിന്ന് ഇത് കുറച്ചാൽ, ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ കുറച്ചാൽ നമുക്ക് അവശേഷിക്കുന്നത് എന്താണ്? ഈ ഇതായിരിക്കും അവശേഷിക്കുന്നത്, റൈറ്റ്? ആ അവശേഷിക്കുന്നത് പിവോട്ടിൻ്റെ കൂടെ കൂട്ടുക. പിവോട്ടിൻ്റെ കൂടെ അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് പിവോട്ട് പോയിൻ്റ്. അപ്പോൾ ഇതിന്ന് ഇത് കുറച്ചപ്പോൾ ഉള്ള ലെവല് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ നമ്മളത് കൂട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് എന്തായി? ഓക്കെ, ഇതാ, ഇത് നമുക്ക് എന്തായി? അപ്പോൾ ഇതെല്ലാം മാറ്റാം. ഇത് ടി സി ആയി, ടോപ്പ് സെൻട്രൽ പിവോട്ടായി. എങ്ങനെയാണ് ഇപ്പോൾ അത് ഒറിജിൻ ചെയ്തതെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് പ്രൈസിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് നാരോ ആവണോ വൈഡ് ആവണോ എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. അതിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒന്ന് മാർക്കറ്റിനെ റീഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസിങ് ഇവിടെ വന്നപ്പോൾ അത് മാർക്കറ്റ് ചില സൂചനകൾ തരുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. മാർക്കറ്റിൻ്റെ ക്ലോസ് ഇന്നലത്തെ റേഞ്ചിൻ്റെ പകുതിക്ക് അടുത്താണെന്നുള്ളതാണ്. നിങ്ങൾ ഒരു നാരോ സി പി ആർ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഇനി ആദ്യം വരേണ്ടത് മാർക്കറ്റ് ഇന്നലെ തന്ന റേഞ്ചിൻ്റെ സെൻറ്ററിനടുത്ത് എവിടെയൊക്കെയാണ്, സംവാട്ട് നിയർ ആണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട തോട്ട് എന്ന് പറയുന്നത് നാരോ സി പി ആർ കണ്ടാൽ. ഇനി ഇത് നമ്മൾ വൈഡ് സി പി ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക് ടെസ്റ്റ് റിസർച്ച് ചെയ്യാനുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റയും ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എങ്കിലും ഇത് എങ്ങനെയാണ് ഇങ്ങനെ അടുത്ത് നാരോ സി പി ആർ എങ്ങനെയാണ് ആയത് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത് വൈഡ് സി പി ആർ ആവുന്നത് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി പ്രൈസിനെ ഈ നാരോ സി പി ആർ വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ഇത് വൈഡ് ആവുന്നത് എങ്ങനെയെന്നുള്ളത് വേഗം ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 100 ഇതേ കണക്കാണ്, ഹൈ 100 ആണ്, 90 ആണ് ലോ എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക, ഈ ക്ലോസ് താഴേക്കോ മുകളിലേക്കോ ഒക്കെ ആവാം. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ഞാൻ കാണിക്കുന്നത് ക്ലോസ് മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നതായിട്ട്, ഹൈയിനടുത്ത് ക്ലോസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഈ ക്ലോസിങ് ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇതിൻ്റെ ഹൈയിനടുത്താണ് പ്രൈസ് ക്ലോസ് ചെയ്തതെന്ന് കരുതാം. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റകളിൽ വ്യത്യാസം വരുമല്ലോ. നമ്മൾ ഈ അടിച്ചു വെച്ച ഡേറ്റകളിൽ നമ്മൾ നേരത്തെ ഹൈ 100 ആണ്, പ്ലസ് 90 ലോ ആണ്, പ്ലസ് ക്ലോസ് നേരത്തെ നമ്മൾ 96 അടിച്ചപ്പോഴാണ് നമുക്ക് 0.33 കിട്ടിയത്. ഇവിടെ നമ്മൾ 96 പകരം 100ൻ്റെ അടുത്ത്, ഹൈൻ്റെ അടുത്ത് ക്ലോസ് ചെയ്യുന്നു. 100-നടുത്ത് ഇതാണ് ഹൈ 100-നടുത്ത് 99 ക്ലോസ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 96.33 കിട്ടി. അതായത് നേരത്തെ വെറും 0.33 നമുക്ക് ബോട്ടം സി പി ആറിന്ന് പിവോട്ടിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെയാണ് ഇത് നാരോ സി പി ആർ ആയത്. ഇനി ഇവിടെ നമുക്ക് കിട്ടിയത് 96.33 എന്ന് പറയുമ്പോൾ 95-ലാണല്ലോ ബോട്ടം സി പി ആർ ബി സി നിൽക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് കോൺസ്റ്റൻ്റ് ആണ്, റേഞ്ചിൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് 0.33 ആണ് നേരത്തെ മാർക്ക് ചെയ്തത് ഇവിടെയാണെങ്കിൽ, ഇനി അതിൽ വ്യത്യാസം വരാൻ പോകുന്നു. ഇത് 0.33 ആണെന്ന് കരുതുക. അപ്പോഴാണ് നമുക്ക് നാരോ കിട്ടിയത്. അപ്പോൾ 1.33 എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 ഇരട്ടിയായി അല്ലേ? 4 ഇരട്ടിയാകുമ്പോൾ നമ്മൾ ഇവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണ്ടേ? അവിടെ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഇക്വേഷൻ്റെ, അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഇതിൻ്റെ ഇത്രയും വലിയ ഡിസ്റ്റൻസിൽ, ബോട്ടത്തുനിന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ പിവോട്ട് പോയിൻ്റ് ആയി, റൈറ്റ്? ഇനി നമ്മുടെ ഇക്വേഷനിൽ ടോപ്പ് കിട്ടാൻ എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ നേരത്തെ ചെയ്തു. അവിടെ നിന്ന് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് പിവോട്ട് മൈനസ് ബി സി എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇങ്ങോട്ടും കൂടെ വയ്ക്കുമ്പോൾ നമ്മുടെ ടോപ്പ് എന്താവുന്നു? ടോപ്പ് ഇവിടെ എത്തുന്നു. ഓക്കെ, ഇതൊന്ന് ഇങ്ങനെ അടിക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ, ഇത് വലിയ വൈഡ് സി പി ആർ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ വൈഡ് ആണോ സി പി ആർ അല്ലെങ്കിൽ നാരോ ആണോ സി പി ആർ എന്ന് തീരുമാനിക്കുന്ന ആശാൻ ഘടകം എന്ന് പറയുന്നത് ക്ലോസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം.
ക്ലോസ് പ്രൈസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി മുന്നോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇനി നിങ്ങൾ ഒരു വൈഡ് സി പി ആർ കണ്ടാൽ, നാരോ സി പി ആർ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, സി പി ആർ വൈഡ് ആണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ഹൈൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലോൻ്റെ അടുത്ത് പ്രൈസ് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനെ കൂടുതലായിട്ട് എങ്ങനെയാണ് അതിൽ പ്രയോജനപ്പെടുത്തേണ്ടതെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നാരോൻ്റെ കൺസെപ്റ്റ് നമ്മൾ എടുക്കുക. ഇതാണിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലാണിപ്പോൾ നമ്മൾ റിസർച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നാരോ ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിൽ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സെൻറ്ററിന് അകത്താണ്, അടുത്താണ്, ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററിന് അടുത്താണ്. ഇനി അതിലുള്ള എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന്, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് നവംബർ 28-ന് ഇന്നത്തെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ സി പി ആർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നാരോ സി പി ആർ ആണ് അല്ലേ. ഇത് നാരോ ആണോ വൈഡ് ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ബാക്ക് ടെസ്റ്റിൽ ഞാൻ എടുത്ത ക്രൈറ്റീരിയ, നാരോനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, നാരോൻ്റെ ടോട്ടൽ വിടുത്ത്, സി പി ആറിൻ്റെ ടോട്ടൽ വിടുത്ത് ഇവിടെ 0.11% ആണ് ഈ വിടുത്തില്ലേ. 0.2% താഴെയാണെങ്കിൽ അത് നാരോ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾക്കൊരു തമ്പ് റൂളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നാരോ ആണ്. അപ്പോൾ ഇത് നാരോ ആയത് ഞാൻ ഈ പറഞ്ഞ ഇവിടെ വരച്ച് കാണിച്ച കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ കൺസെപ്റ്റുകൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം റിയാലിറ്റിയിലേക്ക്. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇന്നലത്തെ ലോ ഇതാണ്, ഇന്നലത്തെ ഹൈ ഇതാണ് ഇന്നലത്തെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ സെൻറ്റർ എന്ന് പറയുന്നത് ആണല്ലോ ബോട്ടം സി പി ആർ, അതായത് 0.5. അപ്പോൾ നമ്മൾ ഈ ബോട്ടം സി പി ആറിനെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ബോട്ടം സി പി ആറിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ കറക്റ്റാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് 0.5 സംശയമില്ലല്ലോ. ഇനി ഇതൊരു നാരോ സി പി ആർ ആവാൻ കാരണം ഈ സെൻറ്ററിൻ്റെ അടുത്ത്, ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആവും മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് പരിശോധിക്കണമല്ലോ അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഈ റേഞ്ചിൻ്റെ പകുതിയാണ് ഈ ബി സി എന്ന് പറയുന്ന ലൈനായിട്ട് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ റേഞ്ചിൻ്റെ അടുത്താണ് പ്രൈസ് ക്ലോസ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ ക്ലോസിങ് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് 3:25 ക്യാൻഡിൽ താഴെ നിങ്ങൾക്ക് ടൈം കാണുന്നുണ്ടാവും. ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇത് വേറെ കളറിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് ക്ലോസ് പ്രൈസ്. അപ്പോൾ ഈ ക്ലോസ് ഇന്നലത്തെ റേഞ്ചിൻ്റെ പകുതിയോട് അടുത്തായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള ഇന്നലത്തെ ക്ലോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്ലിയറായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ക്യാൻഡിലാണ് ക്ലോസ് ഇവിടെയാണ് കിടക്കുന്നത്. ഇന്നലത്തെ ടോട്ടൽ റേഞ്ചിൻ്റെ സെൻറ്ററിലാണ് ബി സി ഉള്ളത്. അതിനോട് അടുത്ത് തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് ഇത്രയൊക്കെ ഓടി കളിച്ചിട്ട് അവസാനം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അതുകൊണ്ട് ഇത് നാരോ ആയിട്ട് വന്നു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ്, ഇവിടെയാണ് സി പി ആറിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ ക്ലോസ് ഇവിടുത്തതിന് പകരം ഈ ഹൈൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നു എങ്കിൽ ഇന്നത്തെ സി പി ആർ വൈഡ് ആകുമായിരുന്നു. ഓക്കെ, ഇത് ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇന്ന് നാരോ ആയി. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവിടെയാണ് നിങ്ങൾ പ്രധാനപ്പെട്ട വീഡിയോൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ മാർക്കറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു എന്നുള്ളതിനർത്ഥം അവസാനം മാർക്കറ്റ് തന്ന മൂവിൽ ഇവിടെ ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ആളുകൾ ആരാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു എന്നതിനർത്ഥം ഇന്നലത്തെ റേഞ്ചിൻ്റെ പകുതിക്ക് അടുത്ത് ക്ലോസ് ചെയ്തു എന്നതിനർത്ഥം മാർക്കറ്റ് ഇവിടെ ഒരു കൂട്ടരെ ട്രാപ്പിലാക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എന്താണത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകൾ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകൾ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകൾ ഒക്കെ പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനിലാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പ്രൈസ് പോയിട്ടില്ല. എന്നാൽ ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകളൊക്കെ അത് ഈ സെല്ലേഴ്സും ബയ്യേഴ്സും എത്രമാത്രം ഇവിടെ ബൈ ചെയ്യാൻ ആളുകൾ വന്നിട്ടുണ്ടോ ആ വന്ന ബയ്യേഴ്സിനെ എല്ലാം സെല്ലേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ എത്ര ബയ്യേഴ്സ് വന്നോ അത്രയും തന്നെ സെല്ലേഴ്സിനെ ഇവിടെ കിട്ടുന്നുണ്ട്, അത്രയും സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ ഒക്കെ ഈ ഒരു ലെവലിൽ പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവരെല്ലാം നിൽക്കുന്നത് ഒരു ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ദിവസങ്ങൾ ഹോൾഡ് ചെയ്യുന്നൊരു പൊസിഷൻ ആണെങ്കിൽ അവർക്ക് ഫേവറായിട്ട് മാർക്കറ്റ് നീങ്ങാതെ ഒരു പക്ഷേ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ഇതൊക്കെ ഇന്നലത്തെ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലത്തെ
കാര്യങ്ങളാണ് ഇന്നത്തെ CPR വെച്ചിട്ട് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാ, ഇവിടെ വരെ പ്രൈസ് എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു, അതിൻ്റെ സെൻറ്റർ ഇവിടെ വന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അതിനർത്ഥം ഈ ക്ലോസിന് മുകളിലുള്ള ഈ സോണിലുള്ള സെല്ലേഴ്സൊക്കെ ബയേഴ്സൊക്കെ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഇവരെല്ലാം പോസിബിൾ ട്രാപ്പാവാൻ സാധ്യതയുള്ള ബയേഴ്സാണ്. മാർക്കറ്റിൻ്റെ മുകളിൽ പോയി വാങ്ങിച്ച ആളുകൾ, വാങ്ങിച്ച് പെട്ട് കിടക്കുന്ന ആളുകൾ. ഇവിടെ പോസിബിൾ ട്രാപ്പ്ഡ് ബയേഴ്സിനെയാണ് മാർക്കറ്റ് റെഡിയാക്കിയിട്ടുള്ളത്, സജ്ജീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ആളുകളെ ട്രാപ്പിലാക്കാൻ മാർക്കറ്റ് ശ്രമിച്ചത് കൊണ്ടാണ് പ്രൈസ് ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററിനകത്ത് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഞാൻ ആദ്യം ഒരു നാരോ CPR കണ്ടാൽ നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തോളൂ. ഇനി മുതൽ ഒരു നാരോ CPR കണ്ടാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ചില ആളുകളെ മാർക്കറ്റ് ട്രാപ്പിലാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. എന്തിനാണ് മാർക്കറ്റ് ട്രാപ്പിലാക്കുന്നത്? മാർക്കറ്റ് ട്രാപ്പിലാക്കിയാലേ മാർക്കറ്റിന് ഫ്യൂൽ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ലിക്വിഡിറ്റി മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറേ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കണം. അപ്പോൾ അങ്ങനെ ട്രാപ്പിലാക്കുമ്പോൾ ഇവരുടെയൊക്കെ ഇവിടെ നിന്ന് ഈ ട്രാപ്പ് ആവാൻ, ഇവർ ട്രാപ്പിലായോ ഇല്ല എന്നുള്ളത് ഇന്നലെ പ്രൈസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ ട്രാപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ട്രാപ്പിലാവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസുകൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അത് മാർക്കറ്റിന് വലിയൊരു ഫ്യൂവലായിട്ട് മാറും. ആ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡറുകളായിരിക്കും. അപ്പോൾ സെൽ ഓർഡറുകളെല്ലാം കൂടുതൽ വന്നുകൊണ്ട് മാർക്കറ്റ് വളരെ വേഗത്തിൽ താഴേക്ക് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ ബയേഴ്സിന് ട്രാപ്പിലാക്കി നിർത്തുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന സാധ്യത, റൈറ്റ്? അപ്പോൾ അതാണ് നാരോ CPR അവിടെ ഉണ്ടാവാൻ കാരണം. ചില ആളുകളെ മാർക്കറ്റ് ട്രാപ്പിലാക്കിയിട്ടുണ്ട്, ബയേഴ്സിനെയോ സെല്ലേഴ്സിനോ, നമുക്കറിയില്ല. ഇനി അതിൻ്റെ പ്രീവിയസ് ഡേ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ബാക്ക് ടെസ്റ്റിൽ ഞാൻ നോട്ട് ചെയ്തത്, ഇതേപോലെ ബയേഴ്സിനെ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ട്രാപ്പ്ഡ് ബയേഴ്സിനെ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അവർ ശരിക്കും ട്രാപ്പിലാവുകയും പിറ്റത്തെ ദിവസം മാർക്കറ്റ് തുറന്നതിന് ശേഷം അവർ റിയലി ട്രാപ്പിലായി. കാരണം ഇന്ന് സംഭവിച്ചത് എന്താണ്? അവരൊക്കെ ആ ട്രാപ്പ്ഡ് ബയേഴ്സ് എല്ലാം കൂടെയാണ് ഈ മാർക്കറ്റിന് ഫ്യൂവൽ കൊടുത്തിട്ടുള്ളത്, മാർക്കറ്റിൻ്റെ ഈ റാലി സമ്മാനിച്ചിട്ടുള്ളത്. അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ലോൻ്റെ അടുത്താണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ ബയേഴ്സിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി മാർക്കറ്റ് ഇന്നത്തെ CPR വെച്ചിട്ട് തന്നെ നമുക്ക് റീഡ് ചെയ്യാമായിരുന്നു. ഇവിടെ ബയേഴ്സ് ട്രാപ്പിലാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബയേഴ്സിൽ ട്രാപ്പിലാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഈ കാര്യം ഒബ്സർവ് ചെയ്തത്, ഇങ്ങനെ മാർക്കറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ആരെയാണോ മാർക്കറ്റ് ട്രാപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതിൽ ഒരു റിസർച്ച് നടത്തേണ്ടതായിട്ടുണ്ട് നമുക്ക്. അത് നമ്മൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിട്ട്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് നമുക്ക് മാറും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഫോളോ ചെയ്ത് ഇവിടെ ഈ ലോൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും നാളത്തെ CPR എന്താണ് വരാൻ സാധ്യതയുള്ളത്? വൈഡായിരിക്കും CPR. കാരണം എവിടെ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഇന്നത്തെ റേഞ്ചിൻ്റെ പകുതിക്ക് അടുത്താണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് എങ്കിൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് നാരോ CPR ആണ്. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, നമ്മൾ വരച്ച് കാണിച്ചതാണ്. എന്നാൽ ഇത് ലോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹൈൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് വൈഡ് CPR ആയിരിക്കും. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. വൈഡ് CPR കണ്ടാൽ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. വൈഡ് CPR കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൾറെഡി ട്രാപ്പിലാക്കാൻ നിർത്തിയ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, ആ ഓർഡറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ ഓർഡറുകൾ മാർക്കറ്റിന് ഫ്യൂവൽ കൊടുത്ത് മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ വൈഡ് CPR ആകുന്നു എന്നതിനർത്ഥം പ്രത്യേകിച്ച് ആരെയും മാർക്കറ്റ് ഇപ്പോൾ ട്രാപ്പ് ചെയ്തിട്ടില്ല. പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിനടുത്താണ്. അതായത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ ഒരു വിക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയ പോർഷനിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കൂട്ടം ആളുകളെ മാത്രമേ മാർക്കറ്റ് അവിടെ ഒരു ട്രാപ്പിനുള്ള സാധ്യത സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഉള്ളതുപോലെ അന്നത്തെ മൊത്തം റേഞ്ചിൻ്റെ വലിയൊരു പേഴ്സൻറ്റേജ് ഒന്നും ആളുകളെ ട്രാപ്പിലാക്കാൻ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അവിടെ നാളെ മാർക്കറ്റിന് ഫ്യൂവൽ വേണമെങ്കിൽ
നാളെ വീണ്ടും ട്രാപ്പേഴ്സിനെ ഒരുക്കണ്ടേ? ട്രാപ്പേഴ്സിനെ വെച്ചിട്ടാണല്ലോ മാർക്കറ്റ് ഫീൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ ഏതെങ്കിലും സൈഡിലേക്ക് ട്രാപ്പേഴ്സിനെ ഒരുക്കുന്ന ഒരു ദിവസമായിട്ട് നാളെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇത് എത്രമാത്രം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട്. അത് വരുന്നുണ്ട്, പിറകെ അത് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കും. അപ്പോൾ ഇത് ഒരു കൂടിയ സാധ്യതയാണോ കുറഞ്ഞ സാധ്യതയാണോ എന്നുള്ള ബാക്ക് ടെസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സാധ്യത, ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ മുകളിൽ സെറ്റ് ചെയ്ത് ഓക്കെ, മുകളിൽ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഇതിവിടെ നിൽക്കട്ടെ, മാർക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പോസിബിൾ ട്രാപ്പ്ഡ് ബയേഴ്സിനെയൊക്കെ ശരിക്ക് ട്രാപ്പ്ഡ് ബയേഴ്സാക്കി മാറ്റിക്കൊണ്ട് മാർക്കറ്റ് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇത് എത്രമാത്രം ട്രാപ്പ്ഡ് ബയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇനി കൂടുതൽ ആളുകളെ ട്രാപ്പിലാക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ മാർക്കറ്റിന് ലിക്വിഡിറ്റി ഉണ്ട്, പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഒരു വശം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ സംഭവിക്കുന്നത് എന്താണോ അതിൻ്റെ ഒപ്പം നിന്നിട്ട് ട്രേഡിങ്ങിന് അത് ഉപയോഗിക്കുക, അതിനെ നമ്മുടെ വിന്നാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അപ്പോൾ ഇവിടെയുള്ള അടുത്ത സാധ്യത നമ്മുടെ മുന്നിൽ ഈ വൈഡ് CPR ഇപ്പോൾ നമ്മുടെ അടുത്ത് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്? ആരെയും ട്രാപ്പിലാക്കിയിട്ടില്ല, ആരെങ്കിലുമൊക്കെ ട്രാപ്പിലാക്കാൻ റെഡി ആക്കണം, എന്നാലേ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നാളത്തെ വൈഡ് CPR നമ്മുടെ അടുത്ത് പറയുന്നത്. റൈറ്റ്, ഇനി ഒറ്റ ദിവസം പ്രീവിയസ് ഡേൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. ഇതേ കൺസെപ്റ്റിൽ നിങ്ങൾ റീഡ് ചെയ്താൽ ഈ ദിവസം നാരോ CPR ആണല്ലോ, അതിൻ്റെ തൊട്ട് പിറകിലെ ദിവസത്തിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മളെടുത്താൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണല്ലോ, കഴിഞ്ഞ ദിവസത്തിൻ്റെ റേഞ്ച്. ഈ റേഞ്ചിൻ്റെ സെൻറ്റർ ആയിരിക്കുമല്ലോ ഇവിടെ പ്രൈസ് താഴേക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് BC മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുകളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ താഴെ വരും, താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ചും വരും. ഇങ്ങനെയാണ് അത്. അപ്പോൾ ഇത് എന്തായാലും BC ലൈന് ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററാണെന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ റേഞ്ചിൻ്റെ സെൻറ്ററിലാണ് ഈ BC ലൈൻ നിൽക്കുന്നത്. അപ്പോൾ നാരോ CPR കാണുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ സെൻട്രൽ ലൈനിൻ്റെ അടുത്താണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതുകൊണ്ട് ഇത് നാരോ ആയി. അപ്പോൾ അതിനർത്ഥം ഈ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈസിലെ മൂവ്മെൻറ്റ് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മാർക്കറ്റ് റാലി ചെയ്തപ്പോൾ ഇവിടുന്നൊക്കെ ഈ ബോട്ടത്തിൽ പോയിട്ട് സെല്ല് ചെയ്ത ആളുകളുണ്ടല്ലോ, വലിയ ക്വാണ്ടിറ്റിയിലുള്ള സെല്ല് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റീനെ ബൈ ചെയ്ത് മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സെല്ലേഴ്സിൻ്റെ ഒക്കെ കണ്ടീഷൻ എന്തായിരിക്കും? അവരൊക്കെ ഇപ്പോൾ കുറച്ച് പാനിക്കലായിരിക്കും ഇപ്പോൾ, അല്ലേ? മാർക്കറ്റ് ഇതാ മുകളിൽ പോയിട്ടാണ് നിൽക്കുന്നത്. അവരുടെയൊക്കെ MTM ഇപ്പോൾ നെഗറ്റീവായിരിക്കും. ഇവിടുന്ന് ഇനിയും താഴേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച് സെല്ല് ചെയ്ത ആളുകളൊക്കെ വേറെ ഏതൊക്കെ ബയേഴ്സ് വന്ന് വാങ്ങിക്കുട്ടി, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം ആരാവാം ഒന്നും നമുക്കറിയില്ല. ഇത് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുകളിലെത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ ട്രാപ്പിലാവാൻ സാധ്യതയുള്ളത് ആരാ? ബൈ ചെയ്ത ആളുകളുടെ ഫേവറായിട്ടാണ് മാർക്കറ്റ് ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. ആർക്ക് എഗെയിൻസ്റ്റാണ് നീങ്ങിയിട്ടുള്ളത്? ഇവിടെ സെല്ല് ചെയ്ത ആളുകൾക്ക് എഗെയിൻസ്റ്റാണ്. അപ്പോൾ ട്രാപ്പിലാവാൻ, അപ്പോൾ ഇവിടുത്തെ പോസിബിൾ ട്രാപ്പ്ഡ് സെല്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. ട്രാപ്പിലാവാൻ സാധ്യതയുള്ള സെല്ലേഴ്സാണ് ഇവിടെയൊക്കെ ഉള്ളത്. മാർക്കറ്റ് ഇവിടെ എത്തി നിൽക്കുകയാണ്. റൈറ്റ്, അപ്പോൾ ഈ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസൊക്കെ ഇവിടെ ഉണ്ടാവുക മുകളിൽ എവിടെയെങ്കിലേക്കായിരിക്കും. അപ്പോൾ ഇവർ ശരിക്കും ട്രാപ്പിലാവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അതൊരു ഫ്യൂവലായിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഇവിടെ പോസിബിൾ ട്രാപ്പ്ഡ് സെല്ലേഴ്സ് ഈ സോണിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതായത് ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ക്ലോസിന് താഴെ, പ്രൈസ് ക്ലോസ് ചെയ്തതിന് താഴെ ഒന്ന് സെല്ല് ചെയ്ത ആളുകളൊക്കെ ഈ സോൺ കംപ്ലീറ്റ് പോസിബിൾ ട്രാപ്പ്ഡ് സെല്ലേഴ്സാണ്. കണ്ടോ, അവർ ആക്ച്വലി മാർക്കറ്റ് അവരെ ട്രാപ്പിലാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രീവിയസ് ഡേയിൽ പോസിബിൾ ട്രാപ്പ്ഡ് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ഈ ദിവസം ഇവിടെ ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ബയേഴ്സ് ഉണ്ടായിരുന്നു, അവരെ ശരിക്കും ട്രാപ്പിലാക്കി. ഈ ദിവസം ട്രാപ്പിലാവാൻ സാധ്യതയുള്ള സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ള അവർക്ക് അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അറിയില്ല. പിറ്റത്തെ ദിവസം അവരെ ശരിക്കും ട്രാപ്പിലാക്കി അവരുടെ സ്റ്റോപ്പ് ലോസുകൾ എടുത്തുകൊണ്ട് അതൊരു ഫ്യൂവലായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. റൈറ്റ്, അപ്പോൾ ഈ മെസ്സേജ് ട്രാപ്പിൽ ആവാൻ സാധ്യതയുള്ള ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ള മെസ്സേജ് നമ്മുടെ അടുത്ത് ആരാണ് നേരത്തെ കൂട്ടി പറയുന്നത്? രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മുടെ അടുത്ത് ആര് പറയുന്നുണ്ട്? നാരോ CPR നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നാരോ CPR നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ശരിക്കും ട്രാപ്പിലാവാൻ സാധ്യതയുള്ള സെല്ലേഴ്സ് ആണോ അല്ലെങ്കിൽ ബയേഴ്സ് ആണ്? ഇവിടെയാണെങ്കിൽ ബയേഴ്സ്, ഇവിടെയാണെങ്കിൽ സെല്ലേഴ്സ് ആണോ എന്നുള്ളത് അറിയാൻ നമുക്ക്
നമ്മുടെ ഈ ഓർഡർ ഫ്ലോ കൺസെപ്റ്റിലുള്ള ഓക്കെ നമുക്കതിൻ്റെ ഓർഡർ ഫ്ലോയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പുതിയ ഒരു സീരീസ് ചെയ്യാം. ആ സമയത്ത് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ അവിടെ ജസ്റ്റ് കോട്ട് ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോട്ട് ഹൈ എന്നൊക്കെ പറയുന്ന ഓർഡർ ഫ്ലോ അതിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താൽ ഇവിടെ ജെന്യുവിനായിട്ട് ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ശരിക്കും ട്രാപ്പിലാവാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് ഈ കോട്ട് ലോ എന്നൊക്കെ പറയുന്ന അത് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു എമൗണ്ട് ഉണ്ട്. ഇത് ആക്ച്വലി ഡിജിറ്റ് ഉണ്ട്. അത് മുകളിൽ കോട്ട് ലോ അല്ലെങ്കിൽ കോട്ട് ഹൈ, മുകളിലാവുമ്പോൾ അത് കോട്ട് ഹൈ ആണ്. അപ്പോൾ ആ കോട്ട് ഹൈ നോർമലി മുകളിൽ വരുമ്പോൾ നെഗറ്റീവാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന ഇതിൽ ഇവിടെ ഇപ്പോൾ ഞാൻ കോട്ട് ലോ മാത്രമാണ് ആയതില്ല. അപ്പോൾ കോട്ട് ലോ പോസിറ്റീവാണ് വരേണ്ടത്. ഇത് എപ്പോൾ നെഗറ്റീവ് വരുന്നു അപ്പോൾ അവിടെ ഒരു ട്രാപ്പിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അത് കോട്ട് ഹൈയും കൂടെ ഇവിടെ ക്ലബ് ചെയ്ത് ഓർഡർ ഫ്ലോയിലെ കോട്ട് ഹൈയും കൂടെ ക്ലബ് ചെയ്ത് റീഡ് ചെയ്താൽ ഇതിൻ്റെ അക്യുറസി ഇതിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ നാരോ CPR ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ചെയ്ത റിസർച്ച് റിപ്പോർട്ട്, ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഈ കൺസെപ്റ്റ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നാരോ CPR ആണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. ചില ആളുകളെ ട്രാപ്പിലാക്കാൻ മാർക്കറ്റ് റെഡി ആയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നാരോ CPRനെ നമ്മൾ ഇങ്ങനെ സമീപിക്കണം എന്നുള്ളതൊക്കെ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, ഇത് ഒന്നും കൂടെ നമുക്ക് കൺവിൻസിങ് ആയിരിക്കും. ഇനി നാരോ CPRൽ എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത് ഇതാ ഉടനെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ടിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സഹായിക്കാം. പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു മെമ്പർഷിപ്പ്. അപ്പോൾ നിങ്ങൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വളരെ സൂപ്പറായിട്ടുള്ള സംഗതി തിരികെ തരുന്നുണ്ട്. അത് നമ്മളെടുക്കുന്ന പൊസിഷണൽ ട്രേഡുകളാണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗ്ഗമായിട്ട് നമ്മുടെ ചാനലിൽ എടുക്കുന്ന മെമ്പർഷിപ്പ്, യൂട്യൂബിലൂടെ എടുക്കുന്ന മെമ്പർഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെടുക്കുന്ന ഇതുപോലത്തെ ലോങ് ടൈമിലുള്ള 3 മാസം, ഇതിപ്പോൾ 1 മന്തിൽ ഉള്ളൊരു ട്രേഡാണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ കൊച്ചിൻ ഷിപ്പിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഇന്നത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു ട്രേഡ് ഉണ്ട്. അതൊരു 2 മാസം കൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് 1 ഗ്ലോബൽ 30% റിട്ടേൺ ആണ്. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 12-നാണ്. 1.5 മാസം കൊണ്ട് 30% റിട്ടേൺ. നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ ഇതാണ്. 1.5 മാസം കൊണ്ട് അത്രയും റിട്ടേൺ എന്ന് പറഞ്ഞാൽ സൂപ്പർബ് റിട്ടേൺ ആണ്. അതുപോലെ ഓക്കെ, ഇവിടെ ബാങ്കോ ഇന്ത്യ ഞാൻ ആൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്കോ ഇന്ത്യ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജമ്പ് ടു പ്രസൻറ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജനറലി ഈ ഡിസ്കോഡിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് മെമ്പേഴ്സ് ഓൺലിയുടെ ഗ്രൂപ്പാണ്. ഇത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണുള്ളൂ. അപ്പോൾ ഇവിടെ ബാങ്കോ ഇന്ത്യ ഇന്നലെ എങ്ങാണ്ടും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമയം കളയുന്നില്ല. ബാങ്കോ ഇന്ത്യ നമ്മൾ 60% ഇന്നലെ ബുക്ക് ചെയ്തു. ഇവിടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മളെ എൻട്രി ഇവിടെ നിന്നായിരുന്നു 60%. ഇത് അപ്രോക്സിമേറ്റ് 3 to 4 മന്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 60% റിട്ടേൺ ഒരാളൊരു വർഷത്തിലുണ്ടാക്കുന്ന റിട്ടേൺ ആണ് അല്ലേ, റിയലിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിലെ റിട്ടേൺ ആണ്. അതാണ് നമ്മൾ ഈ 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള സമയത്ത് പോലും പല സ്റ്റോക്കുകളും താഴെയൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. താഴെ കിടക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ആവറേജ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ 1 ഗ്ലോബൽ എടുത്താൽ തന്നെ 1 ഗ്ലോബൽ നമ്മൾ താഴേക്ക് പോയ സമയത്ത് നമ്മൾ
കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. വൺ ഗ്ലോബൽ. ഓക്കെ, വൺ ഗ്ലോബൽ നമ്മൾ ഈ ഒരു സോണിലൊക്കെ ആയിട്ടാണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് എൻട്രി എടുത്തിട്ട് പ്രൈസ് പിന്നെ താഴേക്ക് പോയപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, റൈറ്റ്? ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ക്വാണ്ടിറ്റികൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിന് ഇവിടുന്ന് ഈ ലെവലിൽ ബുക്ക് ചെയ്യും. ബാക്കിയെല്ലാം നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തു 30%. മറ്റേതിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 60% റിട്ടേൺ ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു 20,000 ഇതിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 20,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, 60% എന്ന് പറയുമ്പോൾ, റൈറ്റ്? അപ്പോൾ ഇതാണ് ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ. പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രേഡുകൾ BTST പ്ലസ് ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് റിപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അതിൻ്റെ PNL ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് നമ്മളൊരു 3 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം. അപ്പോൾ ആ 2 മാസത്തെ റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇതൊരു റിസ്കി ട്രേഡാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ഈ 3 മാസം 4 മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റോക്കുകൾ, സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത സ്റ്റോക്കുകളുടെ ട്രേഡിങ്ങിലേക്കാണ് ഞാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻട്രാഡേയും BTSയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം, അതും ചെയ്യാം. അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് കാണാം. കുറേയധികം ലോസൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. സൈക്കോളജി ഒക്കെ അല്പം ഡിസ്റ്റർബ് ആവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ബുക്ക് ചെയ്യുന്ന ട്രേഡുകളുടെ, പോസിറ്റീവായിട്ട് ബുക്ക് ചെയ്യുന്ന ട്രേഡുകളുടെ വലിയ റിവാർഡാണ്, ചില വലിയ ട്രേഡുകളാണ് ഓവറാൾ നിങ്ങളെ പ്രോഫിറ്റിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വലിയ റിസ്ക് എടുക്കേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് പൊസിഷണൽ ട്രേഡുകളിലേക്ക് വരാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ലോസൊക്കെ ബുക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഇവിടെ വരാം. നമ്മളൊരു 50% ഒക്കെ അതിൽ താഴേക്കുള്ള കഴിഞ്ഞ മാസമൊക്കെ വിൻ റേഷ്യോ, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഡോക്യുമെൻറ്റ്സിലേക്ക് വന്നാൽ ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ ഞാൻ ഡിസ്കോഡിനകത്ത് ഷെയർ ചെയ്യാം. അതേപോലെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്തും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിടാം. ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നോട്ട്സ് നാരോ CPR ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നോട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരു വർഷം കഴിഞ്ഞിട്ട് കാണുന്ന ഒരാളാണെങ്കിലും ഇവിടെ ചാനലിൽ വന്നിട്ട് ഈ സബ്സ്ക്രൈബർ എന്നുള്ളതിനകത്ത് വന്നിട്ട് ഇവിടെ നാരോ CPR ഡേറ്റ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡേറ്റ അവിടെ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ബാക്കപ്പ് ഈ ഡിസ്കോഡ് ആപ്പ് തരുന്നിടത്തോളം കാലം, റൈറ്റ്? ഇനി ഇവിടെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടെത്തൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. എത്ര ദിവസങ്ങൾ ട്രെൻഡിങ്ങിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. 5 മാസമാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിന് എടുത്തത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 5 മാസത്തിൽ അവസാന മാസങ്ങളൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ട്രെൻഡിങ് ആയതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു സംശയം വന്നപ്പോൾ വീണ്ടും ഞാൻ ട്രെൻഡിങ്ങിലല്ലാത്ത ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള 2024 തുടക്കത്തിലുള്ള മാസങ്ങളും കൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്തു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ നിങ്ങൾക്ക് അവിടെ ഡേ ക്യാൻഡിലെ ചാർട്ടിൽ ഞാൻ ഇനിയും കാണിച്ച സമയം കളയുന്നില്ല, നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം. ആ സമയങ്ങളിൽ മാർക്കറ്റ് റേഞ്ചിൽ നിന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള റിസൾട്ടിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ് എന്ന് പറയുന്നത്, നമ്മൾ ഈ 5 മാസം ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 58 ദിവസങ്ങളാണ് നാരോ CPR നമുക്ക് കിട്ടിയത്. നമ്മുടെ നാരോ CPRൻ്റെ ഡെഫിനിഷൻ 0.2% താഴെ വിടുത്തുള്ള ദിവസങ്ങൾ, CPRൻ്റെ വിടുത്തുള്ള ദിവസങ്ങൾ. 58 ദിവസം കിട്ടിയതിൽ 41 ദിവസം ട്രെൻഡിങ് ആയിരുന്നു. ഇനി നമ്മുടെ ട്രെൻഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 0.5% ഒരു ദിവസം ഓപ്പണിങ്ങിൽ നിന്നും പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രെൻഡ് ഡേ ആയിട്ട് കണക്കാക്കുന്നു. നിഫ്റ്റിയിൽ ഒരു 0.5 മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മൂവ്മെൻറ്റാണ്, ഒരു ഗെയിൻ, അത് മാർക്കറ്റിൻ്റെ ഗെയിനാണ്. ഇനി മാർക്കറ്റ് അങ്ങനെ ഗെയിൻ ചെയ്തിട്ടില്ല, 0.5% ഗെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഭീകരമായിട്ട് 1% ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപൂർവം ചില ദിവസങ്ങൾ ആ 1% തന്നെ മാർക്കറ്റ് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ നല്ല വലിയ റാലി ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ട്രെൻഡ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അന്ന് നിങ്ങൾ ട്രെൻഡ് ആവുമെന്ന് കരുതി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ റിവാർഡ് എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 2-3 ദിവസങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്, അതും കൂടെ നമ്മളതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ 5 മാസത്തിൽ 58 എന്ന് പറയുമ്പോൾ ഒരു മാസം ആവറേജ് 12 നാരോ CPR ഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഈ 58-ൽ 41 ദിവസം ട്രെൻഡിങ് ആയിരുന്നു പറഞ്ഞാൽ 70% ഇതിൻ്റെ റിലയബിലിറ്റി നാരോ CPRൻ്റെ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഞാൻ കണ്ടെത്തിയത്, ഇവിടെ ഇതൊക്കെ റേഞ്ചിൽ നിന്ന ദിവസങ്ങൾ നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് ആ ദിവസങ്ങളെ ഞാനൊന്ന് മോണിറ്റർ ചെയ്തു, ഏത് ദിവസമാണ് മാർക്കറ്റ് റേഞ്ചിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ അത് ഒബ്സർവ് ചെയ്യാൻ കാരണം, നമ്മുടെ ഈ ആദ്യത്തെ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള സീരീസിൽ ആദ്യത്തെ വീഡിയോയിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് പ്രവചിക്കുക എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അത് കാണുക നിങ്ങൾ പോയിട്ട്. അതിനകത്ത് ഇങ്ങനെയുള്ള ഏതൊക്കെ ദിവസങ്ങളിൽ മാർക്കറ്റ് പർട്ടിക്കുലർ രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ട്രെൻഡ് ആവുന്നുണ്ടോ റേഞ്ച് ആവുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. ആ കൺസെപ്റ്റിനോട്
ഇത് എത്രമാത്രം ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അവിടെ ഓവറാൾ ഡേറ്റ എടുത്തിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ടോട്ടൽ പരാജയപ്പെട്ട ദിവസങ്ങൾ, അതായത് പരാജയം എന്ന് പറയുമ്പോൾ നമ്മൾ നാരോ ആകുമ്പോൾ ട്രെൻഡിങ് ഡേ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, നാരോ CPR ആകുമ്പോൾ, പക്ഷേ അതിന് പകരം റേഞ്ചായി, അതൊരു ഫെയിലിയർ ആണല്ലോ നമ്മുടെ പ്ലാൻ തെറ്റിയപ്പോൾ. അപ്പോൾ ആ പരാജയപ്പെട്ട ദിവസങ്ങളിൽ 42% ദിവസവും ഏതൊക്കെ ദിവസമായിരുന്നു വെച്ചാൽ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആയിരുന്നു. അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, തേഴ്സ്ഡേ മാത്രം നമ്മളെടുത്താൽ ഈ വിജയിച്ച ദിവസങ്ങൾ എത്ര തേഴ്സ്ഡേ ഉണ്ട് എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്തു. ഇതൊക്കെ ട്രെൻഡായ ദിവസങ്ങളാണല്ലോ. ഇതിൽ എത്ര തേഴ്സ്ഡേ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തപ്പോൾ 10 തേഴ്സ്ഡേ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിൽ എത്ര ട്യൂസ്ഡേ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തപ്പോൾ ആ വിജയിച്ച ട്രെൻഡിങ് ആയിട്ടുള്ള ദിവസങ്ങളിൽ 7 ദിവസങ്ങൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതിന് ഫെയിലായ ദിവസങ്ങളോ, ഫെയിലായ ദിവസങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ഫിൽറ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഞാൻ ഈ ഷീറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെയിലായ ദിവസങ്ങൾ എടുത്താൽ ട്യൂസ്ഡേ മാത്രം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 3, 2, 5. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തോളൂ. ആണല്ലോ, ട്യൂസ്ഡേ 5 ദിവസങ്ങൾ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ട്യൂസ്ഡേ 5 ദിവസം ഫെയിലായിട്ടുണ്ട്, 7 ദിവസം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ട്യൂസ്ഡേയിൽ നിങ്ങൾ നാരോ CPR ട്രേഡ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിൻ റേഷ്യോ 58 ഉള്ളൂ. നമുക്ക് ടോട്ടൽ വിൻ റേഷ്യോ 70 ഉണ്ട് ആക്ച്വലി, ഇതിനെ ഫോളോ ചെയ്താൽ, നാരോ CPRനെ ഫോളോ ചെയ്താൽ. എന്നാൽ അത് ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് വിൻ റേഷ്യോ കുറവാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആൻസർ ഇല്ല. ഇത് ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. 1.5 വർഷം മുമ്പത്തെ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ 6 മാസത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റയാണ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ ട്രെൻഡ് പ്രവചിക്കുക എന്നുള്ള ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള പ്ലേ ടെസ്റ്റിൽ ആദ്യത്തെ വീഡിയോ കാണാം. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 1.5 വർഷം കഴിഞ്ഞിട്ട് മാർക്കറ്റ് അതേ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഡേ ആണ് ട്യൂസ്ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേഴ്സ്ഡേയുടെ കാര്യം എടുത്തപ്പോൾ അവിടെ നിങ്ങൾ തേഴ്സ്ഡേയിൽ 10 ദിവസം ഇവിടെ ഫേവറായിട്ട് ട്രെൻഡിങ് ആയിട്ട് സംഭവിച്ച ദിവസങ്ങൾ ഞാൻ നോക്കുമ്പോൾ അതിൽ 10 തേഴ്സ്ഡേ വന്നിട്ടുണ്ട്. ആ 10 തേഴ്സ്ഡേ വന്നപ്പോഴും ഫെയിലായ തേഴ്സ്ഡേകൾ എടുത്താൽ 3 തേഴ്സ്ഡേയാണ് ഫെയിലായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 76% ഓവറാൾ റേഷ്യോയുടെ പുറമെ 76% വിൻ റേഷ്യോ വ്യാഴാഴ്ചകളിൽ നാരോ CPR വന്നപ്പോൾ ട്രെൻഡിങ് ഡേ ആയിരുന്നു. ചൊവ്വാഴ്ചകളിൽ നാരോ CPR വന്നപ്പോൾ അത്ര ഇമ്പ്രസീവ് അല്ല. ഒരു 10 ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്താൽ അതിന് 4 ദിവസം നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ പ്ലാൻ തെറ്റും. എന്നാൽ ഞാനിവിടെ വേറൊരു ഒബ്സർവേഷൻ നടത്തിയത്, ഈ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി ദിവസങ്ങൾ മാത്രം നാരോ CPRനെ ഫോളോ ചെയ്താൽ, ഇഫ് യു അവോയ്ഡ് ഫോളോയിങ് ദീസ് ഡേയ്സ്, ഓക്കെ, ആ ദിവസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 വിൻ റേഷ്യോയിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക, ഈ മൊത്തം ഈ ചൊവ്വയും വ്യാഴം കൂടെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് 80 കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ചൊവ്വ മാത്രം ഒഴിവാക്കിയാൽ എത്ര കിട്ടും എന്നുള്ളത് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മോസ്റ്റ് പ്രോബബിലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ ഒരു കാൽക്കുലേഷൻ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. അത് മോസ്റ്റ്ലി ഇതിന് 76 കിട്ടുന്നത് കൊണ്ട് ഈ 70ഉം 76ഉം അതിൻ്റെ ആവറേജ് എടുത്താൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ ശരാശരി നമ്മുടെ ഈ ഓവറാൾ വിൻ റേഷ്യോ മേ ബി 75 ആവും. ഇത് രണ്ടും കൂടെ ഒഴിവാക്കിയാൽ 80 ആവുന്നുണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളുടെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡിൽ ഈ പർട്ടിക്കുലർ നാരോ CPR വരുന്ന ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ നല്ല ട്രെൻഡ് കിട്ടും അല്ലേ. അത് എന്താണെന്നുള്ളത് നിങ്ങളുടെ മെത്തേഡിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഡേറ്റ, നമ്മുടെ നടത്തിയ റിസർച്ചിലെ ഡേറ്റ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടെ ആ ഭാഗങ്ങളിൽ പോയി കാണാം. മാത്സ് ആണ്, പക്ഷേ ഈ മാത്സ് പരമാവധി നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ലോജിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ട്രാപ്പ്ഡ് ബയേഴ്സിൻ്റെയും ട്രാപ്പ്ഡ് സെല്ലേഴ്സിൻ്റെയും ഒരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ. പോസിബിൾ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ബയേഴ്സിനെ റെഡിയാക്കി നിർത്തിയപ്പോൾ സെല്ലിലേക്ക് പോയിട്ടുണ്ട് പിറ്റത്തെ ദിവസം. ഇത് എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ട്രെൻഡ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അത് ഞാൻ എന്തായാലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതെന്തായാലും അത് ഇംപ്രസീവ് ആണെങ്കിലും റിസൾട്ട് അല്ലെങ്കിലും നമുക്കതൊരു
വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും അത്തരം വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത്. 18ഓളം സൈക്കോളജി സീരീസിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും 1 മുതൽ 11 വരെയുള്ള സൈക്കോളജി സീരീസ് ഏതൊരു ട്രേഡറും കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇല്ലാത്ത ഒരാളാണ്, ഈ സമയമുള്ള ആളാണെങ്കിൽ മുഴുവൻ എപ്പിസോഡും കാണാം, ഇല്ലെങ്കിൽ 1 മുതൽ 11 വരെയുള്ള വീഡിയോകൾ മസ്റ്റായിട്ടും കാണാം. രണ്ടാമത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, രണ്ടാമത്തെ എപ്പിസോഡ്. ഓക്കെ. മാത്രമല്ല നമ്മളൊരു സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. 1-on-1 മെൻറ്റർഷിപ്പ്. ഒരാളുടെ കൂടെ മാത്രം ഇരുന്ന് അയാളെ സൈക്കോമെട്രിക് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടൊക്കെ അയാളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മാസത്തിൽ 2 മാസത്തിൽ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാനിവിടെ ഒരു ക്ലിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കണ്ടതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ പ്രോഗ്രാമിലെ റിവ്യൂസ്, പങ്കെടുത്ത ആളുകളുടെ റിവ്യൂ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കൂടെ 2 മാസം 3 മാസമൊക്കെ ഹാൻഡിൽ ചെയ്ത ആളുകൾ 2 മാസമൊക്കെ ട്രേഡ് എടുത്തതിന് ശേഷം തന്ന റിവ്യൂ ആണ്. അപ്പോൾ അവിടെ അവർ എന്ത് പ്രശ്നമായിട്ടാണ് വന്നത്, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങളെന്നൊക്കെ ആ വീഡിയോയ്ക്കകത്ത് ഈ ഓരോരുത്തരുടെയും റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് കണ്ടതിന് ശേഷം തീരുമാനം എടുക്കുക. അപ്പോൾ അത് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഇവിടെ പറയുന്നു. അതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള 2-3 വീഡിയോകളുണ്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട്, ആ ഡേയ്സൊക്കെ പറയുന്നത്. ആ വീഡിയോസിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പൊസിഷണൽ ട്രേഡുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മെമ്പർഷിപ്പിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇടയ്ക്ക് പറഞ്ഞ്. ഓക്കെ. ഇനി മെൻറ്റർഷിപ്പിൻ്റെ ഡീറ്റെയിൽ ഇതാ കണ്ടോളൂ. ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ
കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം.